Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. +2 സയൻസ് സ്ട്രീം എടുത്തു കഴിയുന്ന ഒരു മെഡിക്കൽ സെക്ടറിനെ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലെ ഏറ്റവും മികച്ചൊരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഏറ്റവും അധികം ജോലി സാധ്യതകൾ ഇന്ത്യക്കകത്തും വിദേശത്തും സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഏറ്റവും സ്വപ്നമാകുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ആ BSc നഴ്സിംഗ് പഠിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസായ എയിംസുകളിലാണെങ്കിലോ ഡൽഹി എയിംസ് ഉൾപ്പെടെ ഇന്ത്യയിലെ 15 എയിംസിൻ്റെ ക്യാമ്പസുകളിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 26 മുമ്പായിട്ടാണ് ബേസിക് രജിസ്ട്രേഷൻ എന്ന ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലൂടെ ഒരു വിദ്യാർത്ഥി എയിംസിൻ്റെ ക്യാമ്പസിൽ BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് 2 സ്റ്റേജാണ്, ബേസിക് രജിസ്ട്രേഷനും ഫൈനൽ സബ്മിഷനും. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഏപ്രിൽ 26 മുമ്പായി ചെയ്തിരിക്കണം. ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടത് ഏപ്രിൽ 30 മുമ്പായി ചെയ്യണം. ഈ ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ +2 പഠിച്ച് കഴിയുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ മുൻ വർഷങ്ങളിൽ +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ വർഷം പുതിയതായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ് ബേസിക് രജിസ്ട്രേഷൻ. മുൻ വർഷങ്ങളിൽ എയിംസിൻ്റെ നഴ്സിംഗ് കോഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഈ ബേസിക് രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം പുതിയതായി എയിംസിൻ്റെ ക്യാമ്പസുകളിൽ BSc നഴ്സിംഗ് കോഴ്സിനോ BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഏപ്രിൽ 26 മുമ്പായി എയിംസിൻ്റെ വെബ്സൈറ്റായ aimsexams.ac.in എന്ന വെബ്സൈറ്റിലൂടെ ബേസിക് രജിസ്ട്രേഷൻ ആദ്യമായി ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏപ്രിൽ 30 മുമ്പായിട്ടാണ്. ഈ സമയത്ത് 4 കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, കോഡ് ക്രിയേഷൻ. നമുക്ക് ഈ വർഷത്തെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിലൂടെ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ ഫ്രം UG കോഴ്സസ്. നെക്സ്റ്റ് വൺ ഈസ് കോഡ് ക്രിയേഷൻ. ഈ കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നാം ചെയ്യേണ്ടത്. കോഡ് ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് എക്സാമിനേഷൻ ഫീ റെമിറ്റ് ചെയ്യുക. ഈ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിന് വരുന്നത് 2000 റുപ്പീസാണ് ഈ ഒരു എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടത്. അത് SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ 1600 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക. ഇനി ഈ എക്സാമിനേഷൻ ഫീ റെമിറ്റ് ചെയ്യുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ എവിടെയാണ് എനിക്ക് വേണ്ടത് എന്ന് ഒരു വിദ്യാർത്ഥി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ സബ്മിഷനകത്ത് ചെയ്യേണ്ട രണ്ടാമത്തെ പ്രോസസ്സിംഗ്. ആദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നാം ഡിലേ ആവാതെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ആ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ കോഡ് ക്രിയേഷൻ, എക്സാമിനേഷൻ സെൻറ്റർ സെലക്ഷൻ, ദെൻ ഫീസ് റെമിറ്റൻസ്, അതിനോടൊപ്പം ഫൈനൽ സബ്മിഷൻ. ഈ ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടത് ഏപ്രിൽ 30 മുമ്പായി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ എയിംസിൻ്റെ BSc നഴ്സിംഗിനും BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഇതിനോടൊപ്പം BSc പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ലഭിക്കുക. ഇങ്ങനെ എലിജിബിലിറ്റി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം +2 കഴിയുന്ന വിദ്യാർത്ഥികളോ മുൻ വർഷങ്ങളിൽ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ +2 55% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് ഓണേഴ്സ് കോഴ്സുകൾക്കും, അത് റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 50% മാർക്ക് മതി. ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിനും 50%, അതുപോലെ റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് 45% +2 മാർക്ക് മതിയാവും. ഇപ്പോൾ +2 അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, +2 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരാത്തത് കൊണ്ട് ഇപ്പം പെർസെൻറ്റേജിനെ കൊണ്ട് നോക്കണ്ട. നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ 55%ഓ 50%ഓ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നഴ്സിംഗ് കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ഇതിനോടൊപ്പം എക്സാമിനേഷൻ എഴുതുകയും ചെയ്യാം. ഇനി നാം എക്സാമിനേഷൻ എഴുതേണ്ടത് BSc നഴ്സിംഗ് 4 ഇയർ ഓണേഴ്സ് കോഴ്സിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂൺ 8 ഓൺലൈനായിട്ട് എക്സാമിനേഷൻ നടക്കുക. ഇനി ഇതിന് ശേഷം വരുന്ന 2 കോഴ്സുകൾ BSc പാരാമെഡിക്കൽ കോഴ്സിനും BSc പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിനും എക്സാമിനേഷൻ നടക്കുന്നത് ജൂൺ 22 അതും ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ്. ഈ 2 പരീക്ഷകൾക്കും നാം പഠിക്കേണ്ടത് ഒരു നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും
നാം +1 +2 പഠിച്ച പോർഷൻസ് കൃത്യമായി പഠിക്കുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോട് ചേർക്കട്ടെ, നാം ഒരു സയൻസ് സ്ട്രീം എടുത്ത് മെഡിക്കൽ സെക്ടറിൻ്റെ ഒരു കോഴ്സിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ MBBSനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള MBBS കഴിഞ്ഞാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന, ഇന്ത്യക്ക് പുറത്തും ഏറ്റവും അധികം റെമ്യൂണറേഷനോടൊപ്പം ജോലി സാധ്യതകൾ ലഭിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സായ BSc നഴ്സിംഗ്, അതും ഏറ്റവും റീസണബിൾ ഫീസിൽ. ഈ ഒരു ക്യാമ്പസിൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ 5,000 ബിലോയാണ് ഫീസും ഹോസ്റ്റൽ ഫീസും ഒക്കെ വരിക. അത്രയും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ക്യാമ്പസും ഏറ്റവും മികച്ച ഒരു കോഴ്സും ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും നാം അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുകയും പരീക്ഷയിൽ വിജയിച്ച് ഒരു ക്യാമ്പസ് നേടിയെടുക്കുകയും ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യമാണ്. ഈ സമയത്ത് നാം വിദ്യാർത്ഥികളോടൊപ്പം ആൽഫ അക്കാഡമി പറയുന്ന ഒരു കാര്യമുണ്ട്. നാം +1 +2 പഠിക്കാനുള്ള ഈ 3 സബ്ജക്റ്റുകൾ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും, ഇത് നന്നായി പഠിക്കുക. ഇനി ഈ ലാസ്റ്റ് മൊമെന്റിലുള്ള ഒരു ക്രാഷ് കോഴ്സ്, ആൽഫയുടെ ക്യാമ്പസിലുള്ള ക്രാഷ് കോഴ്സിൽ പഠിക്കുന്നതിലൂടെ ഈ നഴ്സിംഗ് കോഴ്സിനും അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാനും ആ പരീക്ഷയിൽ വിജയിക്കാനും സാധിക്കും. അപ്പോൾ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അത് നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, CUET എക്സാമിനേഷൻ ആവട്ടെ, നഴ്സിംഗ് ഡിഫറെൻറ്റ് ക്യാമ്പസുകളിലേക്കുള്ള, ഇപ്പോൾ ഈ എയിംസ് വിളിച്ചിരിക്കുന്നത് പോലെ ജിപ്മറിൻ്റെയും ഇന്ത്യ മുഴുവനുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്കുള്ള നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതുമാവട്ടെ, ഇതിനൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ നാം ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ നാം പ്രിപ്പയർ ചെയ്യേണ്ടത് NCERTയുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോർഷൻസ് ആണ്. ഇനി ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമിനേഷനിലൂടെ നമ്മുടെ പൊട്ടൻഷ്യലിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പാറ്റേണിലൊക്കെ ഈ 2024 എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നന്നായി പഠിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്ത് ഏറ്റവും മികച്ച ക്യാമ്പസുകളും കോഴ്സുകളും കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനിലൂടെ ഏറ്റവും നല്ലൊരു ലൈഫിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നാം തിരഞ്ഞെടുക്കുന്ന 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഈ +1 +2 പഠനം, അതൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ആൽഫ ജീനി സ്കൂളിൽ പഠിച്ച കുട്ടികളാവട്ടെ, ഇനി കേരളത്തിൽ ഏത് സ്കൂളിൽ പഠിച്ച കുട്ടികളാവട്ടെ, ഈ സമയത്ത് നാം ഒരു ക്രാഷ് കോഴ്സിലൂടെ അല്ലെങ്കിൽ ലോങ് ടൈം കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ബാച്ചിലൂടെ എങ്ങനെയാണോ നാം പഠിച്ചത്, ആ പഠിച്ചതിൽ നിന്നും അവസാന റൗണ്ടിലുള്ള ഏറ്റവും മോഡൽ എക്സാമിനേഷൻ എഴുതി നമ്മളെ വിജയത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ടച്ചും ചെയ്ത് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ഇനി ഇതിനു വേണ്ടിയിട്ട് എത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഈ കോഴ്സുകളെക്കുറിച്ച് അറിയാനോ ക്യാമ്പസുകളെക്കുറിച്ച് മനസ്സിലാക്കാനും എൻട്രൻസുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ നന്നായി പഠിപ്പിച്ച് നിങ്ങളെ നന്നായി ഒരുക്കി വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഒരിക്കൽ കൂടെ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച എയിംസിൻ്റെ ക്യാമ്പസുകളിലെ BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ, BSc പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കൃത്യമായ ഡേറ്റുകൾ മനസ്സിലാക്കി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ കോഴ്സും ക്യാമ്പസും ഉറപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ബെസ്റ്റ് വിഷസ്.